ഞാൻ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. കഴിഞ്ഞ ദിവസമൊക്കെ ഈ ഒരു പണിപ്പുരയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ തുടക്കം തന്നെ ഞാൻ കുറച്ച് ചെടികളൊക്കെ, അതായത് മറ്റേ നമ്മുടെ ടേർട്ടിൽ വൈനൊക്കെ ഒരു പാത്രത്തിനകത്താക്കി ഞാൻ താഴെ ചുമ്മാ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഹാങ് ചെയ്തിടാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം അതൊക്കെ നന്നായിട്ട് കിളിർത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹാങ് ചെയ്തിട്ടാലേ അതിങ്ങനെ താഴോട്ട് നല്ലതായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുള്ളൂ. അപ്പം ഞാൻ പിന്നെ കയ്യിലുണ്ടായിരുന്ന ചരടും അതും ഇതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഇരുമ്പൻ പുളിയിൽ അപ്പുറത്തെ സൈഡിലോട്ട് എല്ലാം ഫ്രണ്ടിലോട്ടായിട്ട്, അത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലോട്ടായിട്ടായിരുന്നു ഞാനെല്ലാം ഹാങ് ചെയ്തിട്ടിരുന്നത്. അപ്പോൾ അപ്പുറത്തെ സൈഡെല്ലാം ജസ്റ്റ് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു സൈഡിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും ഹാങ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഒരു വൃത്തികേട് പോലെ തോന്നിയിട്ട് ഞാൻ വിചാരിച്ചു അങ്ങോട്ടേക്ക് ഹാങ് ചെയ്തിടാമെന്ന് കേട്ടോ. പിന്നെ എൻ്റെ പണിപ്പുരയിൽ ഇവൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഈയിടെയായിട്ട് എന്തോ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹം. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കുമ്പോഴത്തേനും എൻ്റെ പുറകെ അങ്ങ് നടക്കുകയാണ്. എന്തോ വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ പിന്നെ അതൊക്കെ ഹാങ് ചെയ്തിട്ടിട്ട് ഇതൊക്കെ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്തിട്ട് കട്ടിങ്സ് ജസ്റ്റ് ചുമ്മാ കുത്തി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് പിടിക്കുന്നത് വരെ നമ്മൾ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ 2-3 ദിവസം, അത് കഴിഞ്ഞിട്ട് പിന്നെ നോർമലായിട്ട് എല്ലാത്തിനും ഒഴിക്കുന്ന പോലെ ശാല കൊണ്ടൊന്ന് ഡ്രൈ ആകുമ്പോൾ, ഞാൻ എല്ലാ ദിവസവും ഒന്നും അങ്ങനെ വെള്ളം ഒഴിക്കാറില്ല. വാടി നിൽക്കുമ്പം മാത്രമേ ഞാൻ അതിനൊക്കെ വെള്ളം കൊടുക്കാറുള്ളൂ കേട്ടോ. കാരണം നമ്മളുടെ പിന്നെ ചെടിച്ചട്ടിയിലുള്ളതിനാണ് കൂടുതലും വെള്ളം കൊടുക്കാറ്. അതല്ലാത്ത ഇതെന്ന് പറയുന്നത് ഈ തറയിൽ വെച്ചിരിക്കുന്നതിനൊന്നും ഞാൻ എപ്പോഴൊന്നും വെള്ളമൊന്നും ഒഴിക്കാറില്ല. വാടുന്നെന്ന് കാണുമ്പോൾ മാത്രമേ ഞാൻ വെള്ളം ഒഴിക്കാറുള്ളൂ. കാരണം ഞങ്ങളുടെ ഇവിടെയൊക്കെ വെള്ളം കയറുന്ന ഏരിയ ആയതുകൊണ്ട്, അതായത് ഈ മണ്ണി വെച്ചിരിക്കുന്ന നമുക്കൊരു ശകലം ഒന്ന് കുഴിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വെള്ളം വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓൾറെഡി ഇവിടെയെല്ലാം വെള്ളമയം ഉള്ള സ്ഥലമാണ്. പിന്നെ ചെടിച്ചട്ടി വെച്ചിരിക്കുന്നതിനൊക്കെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട് വാടുന്നെന്ന് കാണുമ്പോഴത്തേക്കും. പിന്നെ ഇന്നത്തെ വൃത്തിയാക്കലും അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റൊക്കെ നടത്തുന്നത് ഇന്ന് ഈ ഒരു ഏരിയയിലാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ കിണറിൻ്റെ ആ ഒരു വശമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആർച്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഭാഗം എനിക്ക് കുറേ നേരമായിട്ട് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീടിൻ്റെ ആ ഒരു സൈഡ് ഭാഗം അപ്പുറത്തെ, അതായത് ഫ്രണ്ടിൽ നിന്ന് വരുന്ന ആ ഒരു ഭാഗം ഫുള്ളും വൃത്തിയാക്കിയിട്ട് അവിടെയൊക്കെ കുപ്പി വെച്ചിട്ടൊക്കെ ഉള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കുഴിച്ച് വെച്ചിരുന്ന പുതിയ ചെടികളൊക്കെ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചപ്പോഴത്തേക്കിന് അമ്മ പറഞ്ഞു ഉള്ള കാടെല്ലാം കൊണ്ട് വീടിൻ്റെ സൈഡിൽ കൊണ്ട് അവൾ നിരത്തി വെച്ചിരിക്കുകയാണ്, ഇനി പാമ്പും അതും ഇതൊക്കെ കയറി വരാനായിട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ നേരെ കിടന്ന് ചാടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ അതവിടെ വെക്കണ്ട, അവിടെ അങ്ങനെ അധികം കാടാകുന്ന രീതിയിൽ വെക്കണ്ട, അതൊക്കെ എടുത്ത് മാറ്റി വേറെ ഇത് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അതെല്ലാം നേരെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ഒരു സ്ഥലത്തോട്ട് റീഅറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചു, അതായത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ, ഫ്രണ്ടിലെ മുറ്റത്ത്. അപ്പം നേരത്തെ ആ ഒരു തെങ്ങിൻ ചെടിയും ഒക്കെ ആയിരുന്നു ഈ ഒരു സൈഡിൽ വെച്ചിരുന്നത്. അതൊക്കെ എടുത്ത് കുറച്ച് അങ്ങോട്ട് മാറ്റി ആ ആർച്ചിൻ്റെയൊക്കെ അവിടെയാക്കി വെച്ചിട്ട് ബാക്കി ചെടികളെല്ലാം ഞാൻ ഇവിടെയൊക്കെ ഞാൻ നിരത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കാണുന്നവർക്ക് വിചാരിക്കാൻ എനിക്ക് വട്ടാണ്, കാരണം ഇന്നലെ അങ്ങോട്ട് മറ്റേത് അപ്പുറത്തെ സൈഡിൽ കൊണ്ട് വെച്ചതേ ഉള്ളൂ. ഇവിടെയുള്ള മിക്കവരുടെയും വിചാരം എനിക്ക് വട്ടാന്നാണ്. കാരണം പക്ഷേ ഈ ചെടിയൊക്കെ നട്ടു വളർത്തുന്നവരും അല്ലെങ്കിൽ പരിപാലിക്കുന്നവർക്കും അറിയാം ഇതേപോലുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇതേപോലുള്ള ഇതൊക്കെ ഒരു രസമാണ്, അല്ലെങ്കിൽ അവർക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നതാണ്. ഞാനിതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ. അതായത് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചെടി എനിക്ക് നാളെ വേറെ എവിടെയെങ്കിലും ഇരിക്കുന്നു, നാളെ നോക്കുമ്പോഴത്തേനും ഞാൻ വിചാരിക്കും ഇതിവിടെ ഇരിക്കണ്ട, ഇതിലും നല്ലത് ഇന്ന സ്ഥലത്തിരിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകും കേട്ടോ. അതാണ് എൻ്റെ ഒരു നേച്ചർ. പൊതുവേ ഞാൻ ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഭാഗത്ത് ഞാൻ വെച്ചിരുന്ന ചെടികളായിരുന്നു അങ്ങോട്ടേക്ക് മാറ്റിയത്. പിന്നെ ഇത് നമ്മുടെ ആ ഇരുമ്പൻ പുള്ളിയുടെ ചോട്ടിൽ ഞാനിങ്ങനെ സർക്കിളായിട്ട് വെച്ചിരുന്ന ചെടികളാണ്. അത് പിന്നെ ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ചതുരമുല്ലയും പിന്നെ നമ്മുടെ ഇതിൻ്റെ പേരെന്തായിരുന്നു, ആരോ ഹെഡ്, അതും പിന്നെ മണി പ്ലാന്റും മാത്രം ഞാനിവിടെ വെച്ചു. അതാകുമ്പോൾ അധികം കാട് പോലെ ആകുന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.